പ്രധാന സ്തോത്രം. നമ്മൾ ഇനി ചില വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യുവ പ്രാർത്ഥനയിലിരുന്ന മുസ്തന്റെ ഭവനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ആ ഭവനത്തിൽ മുസ്തൻ, റുക്സാന, അതുപോലെ തന്നെ നഥനയേല്, മറിയ, ലിദിയ എന്നിങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ഭവനമാണ് അവരുടെ. ഒരു ജാതീയ വഴികളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കർത്താവ് കൊണ്ടുവന്ന് ദൈവത്തിന്റെ സഭയോട് ചേർത്ത് ദൈവം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഭവനമാണ്. ആ ഭവനത്തെ കർത്താവ് സംരക്ഷിക്കണം. ദൈവസന്നിധിയില് പല വിഷയങ്ങളും ആ ഭവനത്തിനുണ്ട്. ഇനി മുൻപോട്ട് പോകുന്നതിന് സാമ്പത്തികമായി ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, ആത്മീയമായി മുന്നേറുവാൻ സാധിക്കുന്നില്ല, ശുശ്രൂഷയിലേക്ക് വരാൻ സാധിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പല ചിന്തകളും അവരുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ. നമുക്ക് കർത്താവിന്റെ മേൽ നമ്മുടെ ചിന്താകുലങ്ങളിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ആ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. നൂതനയില് അവർക്ക് ഇവിടെ വരുമ്പോ കുഞ്ഞുങ്ങളില്ല. അവർ അതിന്റെ മേൽ വളരെ ഭാരപ്പെട്ട് ഞെരുങ്ങി പല ചിന്തകളാൽ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം അവർക്ക് ആ പൈതലിനെ കർത്താവ് കൊടുക്കുന്നത്. ആ പൈതലിന് മുഖാന്തരം ദൈവം നാമം മഹത്വപ്പെടുത്താതിരിക്കാൻ കർത്താവ് സമ്മതിക്കുമോ? ദൈവമായിട്ടും നമുക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനത് പറയുന്നതിൽ മറ്റു ചിന്തകളിലേക്ക് എടുക്കണ്ട, എന്നാലും അവന് ഉത്തരവാദിത്വക്കുറവ് കാണിച്ചെന്നുള്ള ഒരു ചിന്ത ഞാൻ കേൾക്കാനിടയായിട്ട്. എവിടുന്ന് ആകട്ടെ, സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്തരവാദിത്വക്കുറവ് കാണിച്ചു എന്നുള്ള ഒരു ചിന്ത കേൾക്കാനിടയായി. ഞാനത് അന്വേഷിച്ചപ്പോ യഥാർത്ഥത്തിൽ ഞാൻ കുറെ നേരം ഇല്ല. കാരണം അവൻ ആ സാമ്പത്തിക കാര്യം ചെലവഴിച്ച സ്വന്തം കാര്യത്തിനല്ല, അവനൊരു ഉത്തരവാദിത്ത ബോധത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യൻ ജനിച്ചു വളർന്നാൽ അവൻ വെറുതെ വളരെ കുട്ടിയെണ്ണം വരില്ല. ദൈവം ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് മാതാപിതാക്കളാണ് അവനെ, ഞാൻ മരിച്ചാലും അവനൊന്നും വരരുത്, എന്റെ അധ്വാനം മുഴുവൻ അവൻ്റെതായി തീരണം. പ്രത്യേകിച്ച് വചനം പറയുന്നത്, എന്നേക്കാൾ ബലവാൻ, എന്നേക്കാൾ ജ്ഞാനി, എന്നേക്കാൾ കീർത്തിയുള്ളവൻ, എന്നേക്കാൾ നല്ലവൻ അവനായി തീരണമെന്നാണ് മാതാപിതാക്കളുടെ ആഗ്രഹം. ഇത് കഴിഞ്ഞ് വർഷപൂർത്തിയെണ്ണം വരുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വാക്കുണ്ട്, എന്നറിയാം, മാതാപിതാക്കൾക്ക് വാക്യം പറയാം, പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ. ഉപകാരം ചെയ്യാനല്ല, പിന്നെ പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജോയ് ബ്രദർ എനിക്കൊരു 100 രൂപ, അത് ഒരു ഉപകാരം. എന്റെ നിന്ന് മേടിച്ച പൈസ നെബുപാസ്റ്റർ എനിക്ക് തിരിച്ചു തന്നു, അത് കടം കൊടുത്തതാ. ഞാൻ ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം എനിക്ക് കുറച്ച് സാമ്പത്തിക തന്നു, അതേതാ? അതാണ് പ്രത്യുപകാരം. ഉപകാരം ചെയ്തതിന് പകരമായിട്ട് ചെയ്യുന്നതാണ് എന്ത്? എന്തുപോലെ ഇത് ബാല്യത്തിൽ മുതൽ മാതാപിതാക്കൾ വളർത്തിയത്, അവരുടേതൊന്നും അന്വേഷിക്കാതെ വളർത്തിയത് ആ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു. കുഞ്ഞുണ്ടായപ്പോഴുള്ള സന്തോഷത്തിൽ മുസ്തന്റെ പിതാവിന്റെ അടുക്കൽ നഥനയേലിനെ പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞുമായിട്ട് മുസ്തൻ ചെല്ലുന്ന രംഗം ഒന്ന് വിവരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക്
നമ്മൾ തേങ്ങിപ്പോവും. അത്ര ഭയങ്കരമാണ്. അങ്ങനെ ചെയ്ത ഉത്തരവാദിത്തം അവൻ തന്റെ കയ്യിൽ പൈസ വന്നപ്പോ അത് നിവർത്തിച്ചെന്നേ ഉള്ളൂ. മാതാവിന് സുഖമില്ലാതെ കണ്ടു. അത് അവന് അതുപോലെ എന്തോ ആവട്ടെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ആ കാര്യങ്ങൾ ചെയ്തു. പ്രധാനപ്പെട്ടതും അത് എന്റെ ജീവിതത്തിലെ ചിന്തയായി എനിക്കുണ്ടൊരു മാതാവ് അവിടെ ഇരിക്കുന്നു. പ്രധാന സ്തോത്രം. ഇപ്പൊ ആ വൃത്തിയായ അവസ്ഥയിൽ എന്ത് പ്രയോജനമുണ്ട്? പക്ഷെ ഒറ്റ ആഗ്രഹമുള്ളൂ, അങ്ങനെ ഇരുന്നാ മതി അവിടെ. അങ്ങനെ ഇരുന്നാ മതി. അത് നമുക്ക് സന്തോഷമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മക്കള് അവരാരും വഴിവിട്ടിട്ടില്ല, തെറ്റില്ല. പ്രത്യേകിച്ച് നദനേലിന്റെ വിഷയത്തിൽ എനിക്ക് ധൈര്യമുണ്ട്. അത് കണ്ടതോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത മറിയയ്ക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്വബോധത്തോടുകൂടി പല കോളിളക്കങ്ങൾ ഭവനത്തിലുണ്ടായപ്പോഴും സഭയോട് ചേർന്ന് നിന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മുടക്കില്ലാതെ അവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോകാൻ ഇടയായി തീർന്നു. ദൈവം കൈവിടുമോ? ഇടുകയില്ല. ലിദിയ കർത്താവിന്റെ മകൾക്ക് ആകാവുന്നിടത്തോളം ദൈവത്തിന്റെ സഭയുമായി ചേർന്ന് നിന്ന് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വം വെച്ച് സന്താനം കൂടുന്നു. പ്രാർത്ഥിക്കാം. അവൾ എത്രയായാലും അവള് ചെയ്യേണ്ടത് കാര്യങ്ങൾ അവൾ ഉത്തരവാദിത്വം. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ബോധമില്ലാത്ത ഒരു ജീവിതം അവൾക്കില്ലാന്നർത്ഥം കേട്ടോ. എന്നാൽ ഇന്ന് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കും മുസ്ലിം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റുക്സാനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സ്വതന്ത്രം അവൾക്ക് മാനസികമായി ഇത്ര സന്തോഷം ഇല്ലാത്തതുകൊണ്ട് കടന്നു വന്നിട്ടില്ല. എന്തു ആകട്ടെ ഒരു ഭവനത്തില് വിളിക്കപ്പെട്ടവൻ നേരായി നടക്കുന്നവനെങ്കിൽ, ബാക്കി പറ, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കേറ്റും. മനസ്സിലായി? ഇല്ല എങ്കിൽ മുച്ചീട്ട് കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. മുച്ചീട്ട് കളി 3 ചീട്ടാ. അപ്പൊ ഒരാൾ ഇങ്ങനെ ചീട്ട് വിളമ്പത്തേക്കും ഒരുത്തരം എടുത്തേച്ച് പറയാം, 3 ചീട്ട് ഇട്ടേക്കണത് മത്തായി ഉപദേശിക്കും 3 മക്കളുള്ളത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായില്ല. ഇനി ബാക്കി ഞാൻ വിവരിക്കണ്ടല്ലോ. എന്താ കാരണം? ചീട്ടിന്റെ കുഴപ്പമാണോ മത്തായി ഉപദേശിയുടെ കുഴപ്പമാണോ? വിളിക്കപ്പെട്ടവൻ ചൊവ്വെങ്കിൽ അടങ്ങിയിരുന്നോളൂ. എന്താ അമ്നോന് ഭ്രാന്ത് വിളിക്കാൻ കാരണം? അമ്നോന് ഭ്രാന്താ? വെളിവുള്ളവൻ പെങ്ങളോട് തുറന്നു ചെയ്യൂ? അവന് ഭ്രാന്താ? എന്താ കാരണം? ഭ്രാന്ത് പിടിപ്പിച്ചതാ. ആരാ? അപ്പന്റെ കാല് പഴിച്ചതാ. വിളിക്കപ്പെട്ടവൻ മുന്തിരിവള്ളി പോലെ ഇരുന്നോളൂ. മുന്തിരിവള്ളി മുള്ളും പറക്കാരെയും പോലെയല്ല, പിന്നെയോ മുന്തിരിവള്ളി പോലെ ആട്ടം ഒറ്റ കുടുംബമാണ്. അതോടെ ഇനിയിപ്പോ അതിലേക്കൊക്കെ പറയേണ്ട കാര്യമില്ല. നമ്മളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അതെ, ഇതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താമസം എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിക്കണം, ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറിയയ്ക്ക് വേണ്ടി, ലിദിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ മുമ്പോട്ട് വന്നു കർത്താവിന്റെ സ്തോത്രം. ആ ഡ്രം മാറ്റി വെച്ചു കേട്ടോ. അവിടെ ഇരുന്നാ മതി. അവിടെ ഇരുന്നാ മുസ്ലിം ഇരുന്നാ കയറിയിരുന്നോ. സ്തോത്രം യേശുവേ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, യേശുവിൻ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ. പ്രാർത്ഥന കേൾക്കണമേ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥന. കർത്താവായ യേശുവേ, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാവും. ഇന്ന് കർത്താവ് ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയായി ഇവിടെ മുട്ടകളെ മടക്കിയിരിക്കുന്നു. കർത്താവ് എന്ന ശുശ്രൂഷയും പ്രകാരം കർത്താവ് ഇന്ത്യ അച്ഛന്റെ മുഖാന്തരം കർത്താവ് എന്ന ശുശ്രൂഷയും പ്രകാരം ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മക്കൾക്ക് കർത്താവ് സമ്പൂർണ്ണമായി വിടുതലും കർത്താവെ ആത്മീകമായ വളർച്ചയും ഭൗതികമായിട്ടുള്ള യഥാർത്ഥവും അനുഗ്രഹവും കർത്താവ് കൽപ്പിച്ചു കൊടുക്കുവാനാകണം. കർത്താവ് ദാസനെ കർത്താവ് ശുശ്രൂഷ പരിഗണിക്കണം. ആദരത്തിലും ഹൃദയത്തിലും ആത്മാവിലും ദൈവത്തിന്റെ വചനത്തെ കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തുകൊള്ളണം. എന്തു അനുഗ്രഹമായി കേട്ടിരിക്കാൻ സ്തോത്രം, അനുസരിച്ചിരിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.